ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് ക്യാരറ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ ബീൻസ് അല്ലെങ്കിൽ ക്യാബേജ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തിട്ടുള്ള മസാല പൗഡറാണ് നമ്മൾ ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഒരു പൗഡറും ചേർത്ത് കൊടുക്കുന്നില്ല. റൈസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചിക്കിയതും കൂടി കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ചിക്കി എടുത്തിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റൈസ് റെസിപ്പി കൂടിയാണ്. ഇതിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.